Welcome to my YouTube channel Incredible English. So ഇന്ന് നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. I and me. I, me രണ്ടും ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെയാണ് അല്ലേ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇവരെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. I and me. See, here I have given two sentences. My sister and me like to watch football. Second sentence, my sister and I like to watch football. And what is the difference there? In the first sentence, me ആണ് ഞാൻ second subject ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. And in the second sentence, I ആണ് വന്നിരിക്കുന്നത്. Which one is more appropriate? രണ്ടും എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ് ഒന്ന് തന്നെയാണ് അല്ലേ? ഞാനും എൻ്റെ സിസ്റ്ററും എന്നുള്ള മീനിങ് തന്നെയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ വിച്ച് വൺ ഈസ് മോർ അപ്രോപ്രിയേറ്റ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അത് ഏതാണ് കറക്റ്റ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ആരെയൊക്കെ അറിയണം? ആദ്യം ഐയെ അറിയണം. ഓക്കെ, ലെറ്റ്സ് നോ ദ പ്രൊനൗൺ ഐ. ആദ്യമായി പിന്നെ മീ. ഓക്കെ, ഐ എന്ന് പറയണത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഐ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആണ്, ഒരു പേഴ്സണൽ പ്രോനൗൺ ആണ്. അത് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ അല്ലേ? എൻ്റെ കാര്യം, എന്നെ എക്സ്പ്രസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ. അപ്പം ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആണ്. ഓൾസോ ഇറ്റ് ഈസ് സിംഗുലർ. ഇറ്റ് ഈസ് സിംഗുലർ. ഫസ്റ്റ് പേഴ്സണിൽ തന്നെ പ്ലൂറൽ പ്രോനൗണും ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ ആണ് വി. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺ ആണ് I. Also a subject pronoun. It is a subject pronoun. എന്താണ് സബ്ജക്ട് പ്രോനൗൺ? സബ്ജക്ട് പൊസിഷനിൽ യൂസ് ചെയ്യണ പ്രൊനൗൺ ആണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന പ്രൊനൗൺ ആണ് സബ്ജക്ട് പ്രോനൗൺ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഐ ക്ലിയർ ആണ്. ഐയെ കുറിച്ച് ഓർത്തിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഒന്ന്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സബ്ജക്ട് പ്രോനൗൺ. ഇനി മീയെ നോക്കിക്കേ. മീ എന്ന് പറയുന്നതും ഫസ്റ്റ് പേഴ്സൺ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് സിംഗുലർ പ്രോനൗൺ. ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഓർ ഒബ്ജക്റ്റ് പ്രോനൗൺ. സബ്ജക്ട് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ സെന്റൻസിലെ ഒബ്ജക്ട് പൊസിഷനിൽ യൂസ് ചെയ്യുന്ന ആളാണ് മീ. അപ്പോൾ എപ്പോഴും മീയെ നമ്മൾ ഒബ്ജക്ട് പൊസിഷനിൽ യൂസ് ചെയ്യാവുള്ളൂ, എപ്പോഴും. ആൻഡ് ഇൻ സിംഗുലർ സിറ്റുവേഷൻ. ഇവർ രണ്ടുപേരും സിംഗുലർ പ്രോനൗൺസ് ആണ്, സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് ആണ്. ഒരാൾ സബ്ജക്ട് പ്രോനൗണും ഒരാൾ ഒബ്ജക്ട് പ്രോനൗണുമാണ്. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട സെന്റൻസ് നോക്കിക്കേ. മൈ സിസ്റ്റർ ആൻഡ് മീ ലൈക്ക് ടു വാച്ച് ഫുട്ബോൾ. മീ എന്ന് പറയുന്നത് എന്തെന്നാ നമ്മൾ പറഞ്ഞത്? മീ ഈസ് ആൻ object pronoun. It should be used only in the object position. Is this the object position? ഇവിടെ object position ആണോ? ഒരിക്കലുമല്ല, അത് subject position ആണ്. ഈ സെന്റൻസിൽ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്, which are combined using the conjunction and. അപ്പം ഇവിടെ മീ വരാൻ പാടുണ്ടോ? ഇല്ല. മീ എപ്പോഴും ഒബ്ജക്ട് പൊസിഷനിലേ വരുള്ളൂ. സോ ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് the correct sentence is I. My sister and I like to watch football. I അവിടെ സബ്ജക്ട് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇനി another sentence. My tutor invited my friend and me to the dinner. My tutor invited my friend and me to the dinner. ഇവിടെ me എന്ന് പറയണത് നോക്കിക്കേ. My tutor invited my friend and me. Me എന്ന് പറയണത് എവിടെയാണ് വന്നിരിക്കുന്നത്? സബ്ജക്ട് പൊസിഷൻ ആണോ ഒബ്ജക്ട് പൊസിഷൻ ആണോ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇൻ ദ ഒബ്ജക്ട് പൊസിഷൻ. അതുകൊണ്ട് ഈ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, മൈ ട്യൂട്ടർ ആണ് അവിടുത്തെ സബ്ജക്ട്, ഇൻവൈറ്റഡ് എന്നുള്ള ഫ്രണ്ടും ഒബ്ജക്ട് പൊസിഷനിൽ മൈ ഫ്രണ്ട് ആൻഡ് മീ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ സെന്റൻസ് ഈസ് കറക്റ്റ്, ഒബ്ജക്ട് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വെന്റ് ടു ദ മോൾ യെസ്റ്റർഡേ. Is that correct? Yes, it is correct. കാരണം എന്താണ്? ഐ വന്നിരിക്കുന്നത് സബ്ജക്ട് പൊസിഷനിലാണ്. Okay, my friends and I went to the mall yesterday.
I and my friends went to the mall yesterday. രണ്ട് സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടും എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ് സെയിം ആണ് അല്ലെ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്ന് പറയുന്നതും ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും സിമിലർ മീനിങ് ആണ്. ആൻഡ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മളിത് കേൾക്കാറുണ്ട്. ഈ രണ്ട് സെന്റൻസും നമ്മൾ യൂസ് ചെയ്ത് കേൾക്കാറുണ്ട്. ബട്ട് റിമെമ്പർ, എപ്പോഴും ഐ എന്ന പ്രൊനൗൺ ഇങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ കൂടെ ക്ലബ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും അതിനെ സെക്കൻഡ് പൊസിഷനിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ പൊളൈറ്റ്. പൊളൈറ്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വെന്റ് ടു ദ മോൾ യെസ്റ്റർഡേ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ എന്താണ്? മൈ സിസ്റ്റർ ആൻഡ് ഐ ലൈക്ക് ടു വാച്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞ സെന്റൻസിൽ ഐ യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സബ്ജക്ട് പൊസിഷനിലാണ്. ഇറ്റ് ഈസ് എ സബ്ജക്ട് പ്രോനൗൺ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട് പ്രോനൗൺ. അബൌട്ട് മീ, മീ എന്ന് പറയുന്നത് first person singular object pronoun. So in this sentence it is used in the second sentence. My tutor invited my friend and me to the dinner. ആ സെന്റൻസിൽ മീ യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്ട് പൊസിഷനിലായതുകൊണ്ട് ആ യൂസേജും കറക്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഐ സബ്ജക്ട് പ്രോനൗൺ, മീ ഒബ്ജക്ട് പ്രോനൗൺ. അപ്പോൾ ഐയെ എപ്പോഴും സബ്ജക്ട് പൊസിഷനിൽ യൂസ് ചെയ്യാവുള്ളൂ, മീയെ ഒബ്ജക്ട് പൊസിഷനിൽ. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.